ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് അയല ഒരു പ്രത്യേക രീതിയിലുള്ള മസാലയിലിട്ട് വാട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അയല പൊരിക്കുന്നതിലും വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ, ഹെൽത്തിയുമാണ്. പൊരിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് എണ്ണ നമ്മളത് ചൂടാക്കി അതിൽ നിന്ന് പുകയൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മളുടെ ഹെൽത്തിന് വളരെ മോശമാണ്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ മസാല കുറച്ച് സ്പൈസി ആണ് കേട്ടോ, അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യം വലിയ 4 അയില ഞാനെടുത്ത് രാഗി വെച്ചിട്ടുണ്ട്. നമ്മൾ പൊരിക്കാൻ എടുക്കുന്നത് പോലെ രാഗി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. ഇനി ഒരു കഷ്ണം ചെറുനാരങ്ങ നീരൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. മീൻ ഫ്രൈ ചെയ്യുന്നതിൽ കുറച്ച് പുളിയുള്ള എന്തെങ്കിലും ചേർക്കുന്നത് വളരെ നല്ലതാണ്. വിനാഗിരിയോ അല്ലെങ്കിൽ ഇതുപോലെ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് എല്ലായിടത്തും പുരട്ടിയെടുക്കാം. അയില കൊണ്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ദശക്കട്ടിയുള്ള ഏത് മീനിലും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ അയില എടുത്തത്, അയിലയിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അയില കൂടാതെ മത്തിയിലും അതുപോലെ ടൂണയിലും ഒക്കെ ധാരാളം ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പിന്നെ അയിലൊക്കെ വളരെ വെള്ളക്കുറവാണ്, ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അയിലയാണ് എടുത്തിരിക്കുന്നത്. അയില മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായി ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതം ചേർക്കുക. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചൂടായ മണം വരുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഈ മസാല തയ്യാറാക്കാൻ വളരെ കുറച്ച് ചേരുവകളെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നാടൻ മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് സ്പൈസിയാണ്, അതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ എരിവ് ഇത്രയും വേണ്ടാത്തവർക്ക് മുളക് പൊടി കുറച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുകയോ ചെയ്യാം. മുളക് പൊടി ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ചൂടായ മണം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മുളക് പൊടി ചൂടാകുന്ന മണം വരണം, അതുവരെ ഇതുപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യണം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. മുളക് പൊടി മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ചേരുവ റെഡിയാക്കി എടുക്കാം. 2 വലിയ തക്കാളി നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത മണം വരുന്നുണ്ട്. നല്ലതുപോലെ മൂത്തില്ലെങ്കിൽ പച്ചക്കുത്തുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലതുപോലെ നേരിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പാണ് ചേർക്കേണ്ടത്. മീൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ തക്കാളിയിലെ വെള്ളം നല്ലതുപോലെ വറ്റുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. നേരിയ തീയിൽ നല്ലതുപോലെ വറ്റിച്ചെടുക്കുക. അപ്പോൾ മുളക് പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. വേപ്പില ഒന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിക്ക് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വിനാഗിരി ചേർക്കുക. 1 ടീസ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ചേർത്താലും മതിയാകും. വിനാഗിരി ചേർത്തതിന് ശേഷം അരപ്പുമായി നല്ലതുപോലെ മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത അയല വെച്ച് കൊടുക്കാം. ഈ മസാല ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ മീതയിൽ വെച്ചാൽ മാത്രം മതി. അടുത്ത അയല ഇടാനായിട്ടുള്ള സ്പേസ് നമുക്ക് ഉണ്ടാക്കാം.
ഈ പാനിന് 3 അയല റെഡിയാക്കാനുള്ള സ്പേസേ ഉള്ളൂ. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള പാത്രം ഉപയോഗിക്കുക കേട്ടോ. അയല എല്ലാം ഈ മസാലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അയലയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഗ്രേവിയൊക്കെ കുറച്ച് ലൂസായിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ഈ മസാലയുടെ മണം വളരെ കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. നമുക്കിതൊന്ന് മറിച്ചിടണം. പൊരിച്ച ഇല മറിച്ചിടുന്നത് പോലെ മറിക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ, ഇത് പൊടിഞ്ഞു പോവും. ഞാനിത് മറിച്ചിടാനുള്ള സൗകര്യത്തിന് ഈ പാനൊന്ന് തിരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് മറിച്ചിടാൻ പറ്റും. നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് വളരെ പതിയെ ഈ മീനൊന്ന് മറിച്ചിടാം. പൊടിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണം. അയലയിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് പൊരിക്കുന്ന അയില പോലെ മൊരിയില, വളരെ സോഫ്റ്റ് ആയിരിക്കും മാംസം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമുക്കിത് ഓരോന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ മസാലയൊക്കെ നമുക്ക് കുറച്ച് ഇതിൻ്റെ പുറത്തേക്കൊക്കെ സ്പൂൺ കൊണ്ട് വെച്ച് കൊടുക്കാം. ഓരോന്നും മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഈ മസാല കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഇപ്പം 3 ഞാൻ മറിച്ചിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഒന്ന് മറിച്ചിടണം. അത് പൊടിഞ്ഞു പോവാതെ കിട്ടണം. അതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. മീൻ പൊടിഞ്ഞു പോയാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് മറിച്ചിട്ട് നോക്കാം. അതിനുള്ള സ്പേസൊക്കെ ഒന്ന് ഒരുക്കി വയ്ക്കാം. കുറച്ച് വലിപ്പമുള്ള പാത്രമായിരുന്നെങ്കിൽ നമുക്ക് മറിച്ചിടാൻ വളരെ എളുപ്പമായേനെ. അപ്പം അയല മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ അരപ്പൊക്കെ ഒന്ന് മീനിൻ്റെ പുറത്തേക്കും അതിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഈ മസാല വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഇത് മീനിൻ്റെ കൂടെ കിടന്ന് വേകുന്നതുകൊണ്ട് ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം മസാലയൊക്കെ മീൻ കഷ്ണങ്ങളിൽ നല്ലതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇളക്കമൊന്നും ചെയ്യരുത്. 5 മിനിറ്റ് അനക്കാതെ വെച്ച് തുറന്ന് വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മളുടെ അയല വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയി ഇരിപ്പുണ്ട്. ഈ അരപ്പ് കരിയാതെ നോക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെയാണ് നമ്മളിത് എടുക്കേണ്ടത്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഈ മസാല ചേർത്താണ് നമ്മളിത് കഴിക്കുന്നത്. ഇതിപ്പോൾ മസാല കുറച്ച് കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഒന്ന് തൊട്ട് കൂട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കാം. നമ്മൾ കറിയില്ലാത്തപ്പോൾ ഉപ്പും മുളകൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ ഇതും നമുക്ക് ഉപയോഗിക്കാം. ഉപ്പും മുളക് പോലെയല്ല, ഇത് വളരെ നല്ല ടേസ്റ്റാണ്. ഈ മസാല ഒന്ന് തൊട്ടാൽ കഴുത്തോളം ചോറ് തിന്നാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് പതിയെ സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ടും കഴിക്കാം. വളരെ നല്ലൊരു മസാലയാണിത്. മീനിൽ കിടന്ന് വേകുന്നത് കൊണ്ട് മസാലയ്ക്ക് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സ്പെഷ്യൽ അയല വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്